ഒടുവിൽ തീവ്രവാദികൾക്ക് പിടി വീഴുന്നു. ഇന്ത്യ ഭീകരരെ തുരത്താൻ തുടങ്ങിയതോടെ ഇനി രക്ഷയില്ല. തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടിയുമായി പാകിസ്ഥാനും വന്നിരിക്കുന്നു. 121 പേർ കസ്റ്റഡിയിലെന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടിയുമായി പാകിസ്ഥാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇതുവരെ 121 പേരെ പാക് സർക്കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 180 മദ്രസകളുടെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. പാക് ആഭ്യന്തര മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചത്. സുരക്ഷാ ഏജൻസികൾ 121 പേരെ കരുതൽ തടങ്കലാക്കിയിട്ടുണ്ടെന്ന് പാക് സർക്കാർ വ്യക്തമാക്കി. മദ്രസ, ആശുപത്രികൾ, ആംബുലൻസുകൾ എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെയും മറ്റ് രാജ്യങ്ങളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല തീവ്രവാദികൾക്കെതിരെ നടപടിയെടുത്തതെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കാത്തതിന്റെ പേരിൽ പാകിസ്ഥാനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇന്ത്യയും മറ്റ് ലോകരാജ്യങ്ങളും പാക് സർക്കാരിനെതിരെ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ജമ്മു കശ്മീർ ലിബറേഷൻ ഫ്രണ്ട് നേതാവ് യാസിൻ മാലിക്കിനെയും ജമ്മു ജയിലിലേക്ക് മാറ്റിയെന്നുള്ളതും ഈ വാർത്തയോട് ചേർത്ത് പറയേണ്ടതാണ്. വിഘടനവാദികൾക്കെതിരായ നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയും. മാലിക്കിന്റെ കേസുകൾ ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് മാറ്റണമെന്ന് നേരത്തെ CBI ആവശ്യപ്പെട്ടിരുന്നു. ഷോപ്പിയാനിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം യാസിൻ മാലിക്കിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. അതിനെ തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പുൽവാമയിലെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിന് പിന്നാലെ NIA കശ്മീരിലെ വിഘടനവാദികളുടെ വസതികളിൽ റെയ്ഡും നടത്തിയിരുന്നു. ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്നെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കശ്മീരിലെ വിഘടനവാദി നേതാക്കളുടെ വീടുകളിൽ NIA റെയ്ഡ് നടത്തിയത്. ഏതായാലും ഗൗരവമുള്ള 2 വാർത്തകൾ. വിഘടനവാദി നേതാക്കളുടെ വീടുകളിൽ പരിശോധന, ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒപ്പം തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്കായുള്ള പിടിമുറുക്കം ശക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. വേറെ മാർഗങ്ങളില്ല. ഇന്ത്യയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും വലിയ സമ്മർദ്ദമുണ്ട്. തീവ്രവാദികളെ തൂത്തുവാരാൻ തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ. നിലവിൽ 121 പേർ ഇപ്പോൾ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നേരത്തെയും പുൽവാമ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ജെയ്ഷെ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ തന്നെ പാകിസ്ഥാൻ ഈ ഒരു നിലപാടെടുത്തിരുന്നു. അവിടെയുള്ള മദ്രസകളുടെ നിയന്ത്രണം, ജെയ്ഷെ മുഹമ്മദ് താവളങ്ങളൊക്കെ പാകിസ്ഥാൻ ഏറ്റെടുത്തെങ്കിലും പിന്നീട് മദ്രസയുടെ നിയന്ത്രണം മാത്രമാണ് ഏറ്റെടുത്തത്. ഭീകര ക്യാമ്പുകൾ ആയിരുന്നില്ല എന്ന ഒരു മലക്കം മറിച്ചിൽ പാകിസ്ഥാൻ നടത്തിയിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ 180 മദ്രസകളുടെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. പാക് ആഭ്യന്തര മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാ ഏജൻസികൾ 121 പേരെ കരുതൽ തടങ്കലാക്കിയിട്ടുണ്ടെന്നാണ് പാക് സർക്കാർ വ്യക്തമാക്കിയതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. മദ്രസ, ആശുപത്രികൾ, ആംബുലൻസുകൾ എന്നിവയുടെ നിയന്ത്രണവും പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ സമ്മർദ്ദം പാകിസ്ഥാന് മുന്നിൽ ലോകരാജ്യങ്ങളിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്. ഭീകരാക്രമണത്തെയും ഭീകരവാദികളെയും ഒരു രീതിയിലും വെച്ച് പൊറപ്പിക്കില്ല എന്നതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ലോകം പങ്കുവച്ചിരുന്നു. അതിനുള്ള മറുപടി ഇന്ത്യ നൽകിയിരുന്നു. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഓരോ ചുവടും കരുതി തന്നെയാണ് നീങ്ങുന്നത്.